ഹായ് ഫ്രണ്ട്സ്, ഓണമൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീടും പരിസരവും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് ആണ് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് വശമാണ്. ഫ്രണ്ടിൽ അങ്ങനെ ഒന്നുമില്ല, കാരണം അവിടെ കുറേ മിറ്റിലും കാര്യങ്ങളൊക്കെ ഇട്ടേക്കണം. കാരണം ബേബി മിറ്റിലൊക്കെ ഇട്ടേക്കണം, കാരണം വലിയ പോച്ചൊന്നുമില്ല. വീടിൻ്റെ ബാക്ക് വശത്തും വലിയ പോച്ചൊന്നുമില്ല, എന്നാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ എന്താ ഇങ്ങനെ ചൊറിയണ്ണത്തിൻ്റെ ഇലയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പോച്ച. നമ്മൾ പറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോരും, കൈവച്ച് പറിച്ച് ഇങ്ങനെ പോരും. പക്ഷേ അവിടെ പുഴുവിനെയും ഒക്കെ കണ്ടാറുകൊണ്ട് എനിക്കൊരു പേടി കാരണം, പിന്നെ അമ്മയും പറഞ്ഞ് കൈക്കോട്ട് വെച്ച് പറിച്ചാൽ മതി എന്ന് പറഞ്ഞ കൊണ്ട് ഞാൻ അങ്ങനെ ഇതാക്കി. കണ്ടോ പുഴുവിനെ കണ്ട. അപ്പോൾ പിന്നെ കൈക്കോട്ട് വെച്ച് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ച് കൈക്കോട്ട് വെച്ച് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മ അവിടെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അമ്മ അവിടെ നിന്ന് പറയുന്നുണ്ട്, നോക്ക് അവിടെ പുഴുവൊക്കെ ഉള്ളതല്ലേ, നോക്കണേ ശ്രദ്ധിക്കണേ എന്നൊക്കെ അപ്പോൾ അമ്മ പറയണുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ എന്ത് ഞാൻ ചെയ്യണമെങ്കിലും എൻ്റെ കൂടെ തന്നെ നിൽക്കും കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ ഈ വീട്ടിൽ എല്ലാ പണിയും ഞാൻ തന്നെ എല്ലാവരും ചെയ്യണേ, എല്ലാ പണിയും അമ്മ തന്നെ ചെയ്യുക. ഞാനൊന്നും ചെയ്യണില്ല എന്നാണ് സത്യത്തിൽ എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ ഞാനൊന്നും ചെയ്യാറില്ല, സത്യമായിട്ടും അമ്മ തന്നെ ചെയ്യാറ്. അങ്ങനെ ഒരു അമ്മയാണ് അമ്മ. എന്നെ ചെയ്യിപ്പിക്കാത്തതൊന്നുമല്ല കേട്ടോ. ഞാൻ ചെയ്യണമെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ എന്നാലും എല്ലാ കാര്യങ്ങളും അമ്മയാണ് ചെയ്തുകൊണ്ടിരിക്കണേ. പിന്നെ ഇങ്ങനെ പോച്ചയും കാര്യങ്ങളൊക്കെ പറിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിലാണ് വേറൊരു ഐറ്റത്തിനെ കണ്ടത്. അത് ഞങ്ങളുടെ മരത്തിൻ്റെ ഇങ്ങനെ മരത്തുമ്പോൾ ഇങ്ങനെ കണ്ടതാണ് കേട്ടോ. അതും പുഴു തന്നെയാണ്. അപ്പോൾ അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അത് കത്തിച്ച് കളയാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൂസിനെ ഞാൻ അങ്ങോട്ടേക്ക് മാറ്റി കെട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ അവൻ അത് മൂട്ട് പിടിച്ചൊലിച്ച് കയറി പുഴുവായി അവൻ്റെ മേലാകെ ഇതാവണ്ടെന്ന് വിചാരിച്ചിട്ട് അവനിങ്ങനെ മാറ്റി കെട്ടി. അപ്പോൾ അവനാണെന്നുണ്ടെങ്കിൽ മുകളിൽ കയറിക്കൊണ്ടിരിക്കുക. എനിക്ക് പേടിയാണ്, മുകളിലേക്കൊക്കെ ഇങ്ങനെ പിടിച്ച് വലിച്ച് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ കയറ് പൊട്ടി പോകും. അവന് ഏറ്റവും മുകളിൽ വരെ പോകും, ആ മരത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗം വരെ കയറി പോകും. പക്ഷേ ആ കയറങ്ങനെ കഴുത്തിൽ കെട്ടിയേക്കണ കാരണം കൊണ്ടാണ് കേട്ടോ പോകാത്തത്. കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാൻ അറിഞ്ഞൂടാ ആശാന്. ഇറങ്ങാൻ ഭയങ്കര പേടിയാണ്. കയറാനായിട്ട് എവിടെ വേണമെങ്കിലും വലിഞ്ഞേറി കയറിക്കോളും, പക്ഷേ ഇറങ്ങാനായിട്ട് ഭയങ്കര മടിയാണ്. അപ്പോൾ പിന്നെ അവനെ അങ്ങോട്ട് മാറ്റി കെട്ടി ഞാൻ അവിടെയൊക്കെ അടിച്ച് മനയാക്കി വൃത്തിയാക്കി കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ആ ഒരു ഭാഗം. പിന്നെ ഇതാണ് അപ്പൂസിൻ്റെ കൂട്. അവിടുത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അപ്പൂസിനെ ഇങ്ങോട്ട് മാറ്റി കെട്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ അപ്പൂസിനെ പുറത്തിറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ മീൻ എന്തെങ്കിലും കൊടുക്കണതാണ് കേട്ടോ. ഇങ്ങനെ വറുത്ത മീനോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ച മീനോ. ഇപ്പം മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ച മീനൊന്നും കഴിക്കത്തില്ല, മുമ്പ് കഴിക്കുമായിരുന്നു. ഇപ്പോൾ എനിക്ക് മുളക് പൊടിയോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ എരിവുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കഴിക്കും. അപ്പോൾ അവനക്കുള്ള ഫുഡൊക്കെ ഞാൻ റെഡിയാക്കി കൊടുക്കട്ടെ. നിങ്ങൾക്ക് ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം.